ഇന്ത്യയിലെ ചരിത്ര നായകന്മാരെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തുള്ള ശരിക്കുള്ള ചരിത്ര നായകന്മാരെ കുറിച്ച് നമുക്ക് വേണ്ടത്ര പരിജ്ഞാനം ആർക്കുമില്ല. കാരണം നമ്മളെല്ലാം പരീക്ഷയ്ക്ക് മുഗൾ അതിൻ്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ ധാരാളം എഴുതി മാർക്ക് വാങ്ങിയവരാണ്. BC 350 മുതൽ BC 283 വരെയുള്ള കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ കൊട്ടാരം ഉപദേശകനുമായിരുന്നു ചാണക്യൻ. ചണകദേശത്ത് ജനിച്ച ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാണക്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് വിഷ്ണുഗുപ്തൻ എന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, കൗടില്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര്. ഇത് കുടല എന്ന് പറയുന്ന ഒരു ജാതിയിൽ ജനിച്ചൊരു വ്യക്തിയായതുകൊണ്ട് കൗടില്യൻ എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. അദ്ദേഹം തക്ഷശിലയിലുള്ള പഠനത്തിന് ശേഷം രാഷ്ട്രീയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്തപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തെ കണ്ടെത്തുന്നതും തൻ്റെ മന്ത്രിയായിട്ട് അദ്ദേഹത്തെ അവരോധിക്കുന്നത്. അതിനുശേഷം മൗര്യ സാമ്രാജ്യത്തിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ പുരോഗതികളാണ് ഉണ്ടായിരുന്നത്. അർത്ഥശാസ്ത്രം, നീതിശാസ്ത്രം, ചാണക്യനീതി എന്ന് പറഞ്ഞിട്ടുള്ള 3 പുസ്തകങ്ങളാണ് അദ്ദേഹം ആകെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ ചാണക്യനീതി എന്ന് പറയുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ വിദേശ രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും പ്രത്യക്ഷമായും പരോക്ഷമായും അതിലെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. നമുക്ക് മാത്രം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കത് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഈ ചാണക്യ ദിനത്തിൻ്റെ പ്രത്യേകത.